ഒരു പെണ്ണാണ് മറ്റൊരു പെണ്ണിൻ്റെ ശത്രു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇച്ഛാതി ശത്രുക്കളാവുമെന്ന് വിചാരിച്ചിട്ടില്ല. 4 കെട്ടിയ ഒരു തള്ളക്ക് എൻ്റെ കെട്ടിയോനെ ഗൾഫിലല്ല ജയിലിടാഞ്ഞിട്ട്. അല്ല എന്താ തള്ളേ, തെറിത്തള്ളേ. എൻ്റെ കെട്ടിയോൻ ഏത് ജയിലിലാ തെറിത്തള്ളേ? അതൊന്നും നീ പറഞ്ഞുണ്ടോ? നീ എല്ലാവർക്കും ചലഞ്ച് കൊടുക്കുന്നുണ്ടോ അല്ലേ? അതിൻ്റെ ഒരു ഡീറ്റെയിൽ കൊണ്ട് തന്നാൽ. ഇത്രയും കാലം നിൻ്റെ മോൻ എൻ്റെ പുറകെ നടന്ന കാര്യം ഞാൻ എല്ലായിടത്തു നിന്നും ഡിലീറ്റ് ചെയ്താളും. എന്നിട്ട് എൻ്റെ മോനോട് വന്ന് ഞാൻ മാപ്പ് ചോദിക്കും. എൻ്റെ കെട്ടിയോൻ ഏത് ജയിലിലാണ് എന്നുള്ളത് നീ പറഞ്ഞ് തെളിവ് സഹിതം കൊണ്ട തന്നാൽ നിൻ്റെ മോനോട് കാലിൽ വീണ് ലേലുവല്ലു അയച്ചുവിട് എന്ന് പറയും. പിന്നെ നിൻ്റെ കെട്ടിയോൻ എനിക്ക് 60,000-ൻ്റെയോ 70,000-ൻ്റെയോ 80,000-ൻ്റെയോ 1,00,000-ൻ്റെയോ തന്നോട്ടെ. കാരണം എൻ്റെ ഒരു 17 വയസ്സിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തെത്തിക്ക്. 16 വയസ്സിൽ തന്നെ എന്ന് പറയാം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടി എൻ്റെ വാപ്പയുടെ കൂടെ നിന്നേക്കാട്ടിൽ അതിൻ്റെ ഇരട്ടിപ്പം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞു. എൻ്റെ ഉമ്മയും വാപ്പയുടെയും കൂടെ നിന്നതിനേക്കാട്ടിലും ഇരട്ടി വർഷം ഞാൻ എൻ്റെ ഭർത്താവ്, ഇരട്ടി വർഷം എന്ന് പറയാൻ പറ്റില്ല, 1 വർഷമെങ്കിലും അധികം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിച്ചു. അപ്പം അതെനിക്കും അവർക്കും പ്രൗഡ് തന്നെയാണ്. അവർ തന്നെ തമാശക്ക് പറയാറുണ്ട്, നീ നിൻ്റെ വാപ്പയുടെ കൂടെ ജീവിച്ചേക്കാട്ടിലും കൂടുതൽ ഇപ്പം എൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ളത് ഓർക്കണം കേട്ടോ എന്ന്. കാരണം ഒരു പെൺകുട്ടിക്ക് അച്ഛനായിരിക്കും പ്രിയപ്പെട്ടത്, അച്ഛൻ കഴിഞ്ഞാൽ ഭർത്താവായിരിക്കും. അപ്പം എൻ്റെ ഭർത്താവ് ജയിലിൽ നീ ആക്കിയതിനെ കൊണ്ട് അങ്ങേരിങ്ങനെ ജയിലിൽ പോകാനായിട്ട് പോട്ടടേ. ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കുശുമ്പ് എന്ന് പറയുന്ന സാധനം നിൻ്റെയൊക്കെ അണ്ടവിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ സ്കാനർ ഇട്ട കാര്യം, ഞാൻ സ്കാനർ ഇട്ടൊക്കെ കിട്ടിയ തുക എത്രയാണോ ഞാനത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും എനിക്ക് ഓരോരുത്തർ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തൊരവസ്ഥയെ സഹായിക്കുകയെന്ന് ചോദിച്ചാൽ വോയിസ് സഹിതം ഞാൻ പുറത്ത് വിടാൻ തയ്യാറാണ്. വേണോ? അപ്പം അങ്ങനത്തെ വോയിസുകളൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഓരോരുത്തർ അസുഖത്തിനെ പറ്റി മറ്റേതും പറഞ്ഞു. പക്ഷെ ഒന്നും എനിക്ക് കേട്ടിട്ട് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് പ്രായമായ ആളാണ്. അപ്പം അത് കേട്ടപ്പം ഞാൻ എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും ഓർത്ത് പോയി. അത്രയേ ഉള്ളൂ. അപ്പം എനിക്കൊരു മാല തന്നപ്പോഴേക്ക് എൻ്റെ കെട്ടിയോനെ നീ ജയിലിലാക്കി. എടാ, കെട്ടിയോമാരോട് സ്നേഹമുള്ള ആൾക്കാർ, അല്ല കെട്ടിയോളുമാരോട് സ്നേഹമുള്ള കെട്ടിയോളുമാർക്ക് ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കും. നീ ഒരിക്കലും ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടു, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് റീലാക്കിയിട്ടപ്പം ഒക്കെ പഴയതാണെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാര മോളെ, പഴയതാണെങ്കിലേ എനിക്ക് അതെങ്കിലും ഉണ്ടല്ലോ. 1 കൊല്ലം മുമ്പ് നാട്ടിൽ വന്ന് പോയതിൻ്റെ തെളിവ് സഹിതം വേണം ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാട്ടോ. ഞാനൊരു ഫോട്ടോൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ വെണ്ടക്ക അക്ഷരമുണ്ട്. കഴിഞ്ഞ ജൂലൈയിലാണ് ഇവിടുന്ന് പോയത്. 1 വർഷമാവുന്നേ ഉള്ളൂ ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു രാത്രി കൊണ്ട് എൻ്റെ കെട്ടിയവനെ ഞങ്ങൾ ജയിലാക്കി കളഞ്ഞു. ഒരു മാല മേടിച്ച് തന്നതിന്. എൻ്റെ പൊന്നാര തള്ളേ, കാല് സുഖമില്ലാത്തതല്ലേ, ആ റോഡുമ്മലൊരു വിരിച്ചിട്ട് ആടെ കുത്തിരിഞ്ഞാൽ പോരെ. നിനക്ക് ഞമ്മടിക്കാനുള്ളോ നിൻ്റെ മക്കളുടെ അണ്ടാവ് നിറയ്ക്കാനുള്ളതും അവിടുന്ന് കിട്ടൂലേ? പിന്നെ എന്തിനാണ് എൻ്റെ ഭർത്താവിൻ്റെയും മെക്കിട്ട് കയറാൻ വരുന്നത്? നാണുണ്ടോ തെറിത്തള്ളേ? നിൻ്റെ മോന് കാമം തീരാഞ്ഞിട്ട് എൻ്റെ പുറകെ നടന്നിട്ട് അത് ഞാൻ സമൂഹത്തിനോട് വിളിച്ച് പറഞ്ഞിട്ടല്ലേടി നിനക്കിപ്പോൾ എന്നോട് ഇത്ര ദേഷ്യമായി. നീ എൻ്റെ ഭർത്താവിനെ എന്നെയും തെറ്റിക്കാൻ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും നാട്ടുകാർക്കും നന്നായിട്ട് അറിയാം. കാരണം നിൻ്റെ മോന എൻ്റെ തലയെ കെട്ടിവെക്കാൻ എനിക്ക് എന്നത്തിനടി ആ ഇതുപോലത്തെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വെള്ളം എടുത്ത് വെക്കുന്ന ഇതിന് ടാങ്ക് എന്ന് പറയും. നമ്മൾ കലക്കി കുടിക്കുന്ന ടാങ്കല്ല, അതേപോലത്തെ ഒരു ടാങ്ക് പോലത്തെ ഒരുത്തന് എന്തെങ്കിലും ഒരു ആൺകുട്ടിയാണെന്ന് പേരിന് മീശെങ്കിലും വേണം. അതുപോലും ഇല്ലാത്ത നിൻ്റെ ആ മൊണ്ണ പോലത്തെ ചെങ്ങായിന ഞാൻ കല്യാണം കഴിക്കൂന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുടുംബജീവിതം നീ തകർക്കാൻ നോക്കണ്ട കേട്ടോ, തെറി തള്ളേ. എനിക്ക് ആ മൊണ്ണൻ എനിക്ക് എന്നാത്തിനടി? അതിനെക്കാട്ടി നല്ല ചെക്കന്മാർ നാട്ടിലിവിടെ ഉണ്ട്. അന്നപ്പം നിൻ്റെ നാട്ടിൽ വന്ന് നിൻ്റെ മൊണ്ണനെ കെട്ടാഞ്ഞിട്ടാ. ഓനിന്നോട് പ്രേമം തോന്നി അന്ന് തുടങ്ങിയിട്ടില്ലേടി നിനക്കെന്നോട് കയ്പ്. അതുകൊണ്ട് നീ എന്ത് കളി കളിച്ചാലും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ തെറ്റാനും പോണില്ല, നിൻ്റെ മോനിട്ട് ഞാൻ കെട്ടാനും പോണില്ല.
അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓനെ ബ്ലോക്ക് ആക്കിയതിന് ശേഷം ചെക്കന് ഡിപ്രഷനായിട്ടാണ് അപ്പോൾ വീഡിയോയിൽ വരാത്തത്. ഞാൻ സമൂഹത്തിന് മുമ്പിലേക്കെല്ലാം വിളിച്ചു പറഞ്ഞല്ലോ. ആ ചെക്കൻ വിചാരിച്ചില്ല, ഒട്ടും വിചാരിച്ചില്ല ഞാനിതൊക്കെ വിളിച്ച് പറയൂ എന്നുള്ളത്. ആ പറഞ്ഞപ്പോൾ തള്ളയും മോനും ഷോക്കായിപ്പോയി. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മേലേക്ക് മെക്കിട്ട് കയറലൊടുങ്ങി. ഓള് പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്തായാലും നിന്നെക്കൊണ്ട് ഞാൻ അമ്മായി അമ്മയെന്ന് വിളിപ്പിക്കും. നീ ഉണ്ട വിളിപ്പിക്കടി, നിന്നെക്കൊണ്ട് പറ്റില്ലടി. എന്നെക്കൊണ്ട് അമ്മായി അമ്മയെന്ന് വിളിപ്പിക്കാൻ പറ്റത്തില്ല കൊച്ചേ. അതിന് നിന്റെ മറ്റേ കാല് നന്നായിട്ട് വന്ന് നീ നേരെ നടന്ന് പഠിച്ചാൽ പോലും പറ്റത്തില്ല കൊച്ചേ. ആ അണ്ടാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നീ കിടന്ന് സ്കാനർ ഇട്ട് പെഴാപ്പാട് പെടുമ്പോൾ എനിക്ക് ആ മൊണ്ണൻ എൻ്റെ തലയെ ഫിറ്റ് ചെയ്യാൻ നോക്കുന്നോ? പോ തള്ളേ. ഏതായാലും എൻ്റെ ഭർത്താവ് ജയിലല്ലേ? ആണെങ്കിൽ എന്താ, ഭർത്താവ് ജയിലെങ്കിലും ഉണ്ടല്ലോ. എടി നിനക്ക് ആരുണ്ടടി? 4 കെട്ടിയില്ലേ? ഒരുത്തൻ്റെ ഒരു ഫോട്ടോടാണുള്ള ഗഡ്സ് ഉണ്ടോടി നിനക്ക്? ഒരുത്തൻ്റെ ഒരു ഫോട്ടോ പഴയതായാലും മതി. നിന്റെ വിനീതേട്ടൻ്റെ കൂടെയുള്ള ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു, ഇനി അതെടുത്തെങ്കിലും പോസ്റ്റ് ചെയ്യടി. ഏതായാലും മോനെ നിന്റെ തലയെ പിടിപ്പിക്കാനുള്ള ഓരോരോ ഐഡിയ. എന്താ പറയുന്നൊരു മൊണ്ണ പോലത്തെ ചേക്കന്.